ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് ഷൊർണൂർ ഭാഗത്താണ്. അവിടുത്തെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഒപ്പിയെടുക്കാം. ബ്രിട്ടീഷുകാരുള്ളപ്പോൾ ഉണ്ടാക്കിയ പാലവും അത് തകർന്ന സ്ഥലവും എല്ലാം നമുക്ക് കാണാം. ഇവിടെ പുഴയോട് ചേർന്ന് തന്നെ വ്യായാമം ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രീ ആയിട്ട്. ഇവിടെ എല്ലാവരും വന്ന് ചെയ്യുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന സംഭവമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അതിനോട് ചേർന്ന് തന്നെ ഉണ്ട്. ഇവിടെ നിന്നിട്ട് ഷൊർണൂർ പാലം കാണാൻ നല്ല ഭംഗിയാണ്. അതിനടുത്ത് തന്നെ ശാന്തിതീരം കാണാം. നമുക്ക് പുഴയോടടുത്ത് തന്നെയാണുള്ളത്. ഞങ്ങൾ താഴോട്ട് പുഴയിലേക്ക് ഇറങ്ങി. പുഴയിൽ അധികം വെള്ളമൊന്നുമില്ല, പക്ഷെ നമുക്ക് അവിടെ നിന്നിട്ടൊരു നല്ലൊരു കാഴ്ച കാണാനുണ്ട്. അപ്പുറത്തെ പാലത്തിൽ കൂടെ, റെയിൽ പാളത്തിൽ കൂടെ നല്ല രസമായിട്ട് ട്രെയിൻ പതുക്കെ പോകുന്നത് നമുക്ക് കാണാം. അതിനു വേണ്ടി മാത്രമായിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ പാലം. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് മെല്ലെ പോകുന്ന ട്രെയിനുകളെ നമുക്ക് കാണാൻ സാധിക്കും. സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന കാഴ്ച അത് ഭയങ്കര രസമാണ് ഇവിടെ നിന്ന് കാണാൻ. ഷൊർണൂർ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എല്ലാവരും സിനിമകൾ കാണുന്നുണ്ട്. അതിൽ പല ലൊക്കേഷനും പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുള്ള ഏരിയയാണ് അവിടെ. കുട്ടികളൊക്കെ ഓണം വെക്കേഷൻ തകർക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വെള്ളത്തിലിറങ്ങാൻ വേണ്ടി വാശി പിടിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് കാണാം. ട്രെയിന് ഏകദേശം വരാനുള്ള സമയമായിരിക്കണ്, അതുകൊണ്ട് ആൾക്കാരവിടെ കൂടിയിട്ടുണ്ട്. നീന്തൽ വിദഗ്ധരായിട്ടുള്ള 2 കുട്ടികൾ അടിച്ചു പൊളിച്ച് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവൾ ഫോട്ടോക്ക് പോസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നേരെ ചുണ്ടും അടച്ചു പിടിച്ച് കറക്റ്റ് പോസ് തന്നിരിക്കുകയാണ്. ഇവിടെ പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ള നീള ബോട്ട് ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി കുറച്ച് തിരക്കുകൾ ഇനി വരും. നമ്മുടെ ട്രെയിന് പോകുന്ന കാഴ്ച അത് ഒരിക്കലും പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല. അടിപൊളി കാഴ്ചയാണ്. ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞു വരുന്നുള്ളൂ ആൾക്കാർ. ഇപ്പം ഇന്നലെ ഒക്കെ ആയിട്ടാണ്, അടുത്താണ് അത് ഓപ്പൺ ആയിട്ടുള്ളത്. എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ അത് അസാധ്യമാണ്, പറയാൻ വയ്യ. കണ്ട് തന്നെ ആസ്വദിക്കേണ്ട കാര്യമാണ്. ഇതിനിടയിൽ തിരിച്ച് വന്ദേ ഭാരത് മെല്ലെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണത് സ്പീഡിൽ പോവാത്തതെന്നുള്ളത് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം.
എന്തായാലും നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പുറപ്പെട്ടു. കളിയൊക്കെ അവിടെ നന്നായി നടക്കുന്നുണ്ട്. വെള്ളമില്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അടിപൊളിയായി നടന്നു. അങ്ങനെ ഞങ്ങളതിൻ്റെ മേലെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ പാലമുണ്ട്. ആ പാലത്തിൻ്റെ മുകൾക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. പാലത്തിൻ്റെ മുകളിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് കാണാം. ഇവിടെ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിലെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. ഇവിടുന്ന് അപ്പുറത്തെ പാലം കാണാൻ നല്ല വ്യൂ ആണ്. ഇവിടുന്ന് ബസ് പോകുന്ന കാഴ്ചകളും. ഈ പൊളിഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതൊരുപാട് പഴക്കമുള്ള ഒരു പാലാണ്. പല സേവ് ദ ഡേറ്റും ഷൂട്ടിങ്ങുകളും ഒക്കെ കടന്നുപോയ പാലാണിത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. ഇവിടെ വരുന്നവർ പരമാവധി ശ്രദ്ധിക്കുക. ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സുഖം കിട്ടും. എന്തായാലും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഈ വഴി വന്ന് പോവുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഷൊർണൂരുള്ള ആൾക്കാരാണെങ്കിൽ അവരവരുടെ എന്നും കാണുന്ന കാഴ്ചകൾ തന്നെ, പക്ഷേ അത് നമ്മുടെ വീഡിയോയിൽ കൂടെ എങ്ങനെ കാണുന്നു എന്നൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മീൻ പിടിക്കുന്ന ആളുകളൊക്കെ ഈ ഭാഗത്തുണ്ട്. അവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മേലെന്ന് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മീൻ കാണിച്ചു കൊടുക്കാമെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടുത്തെ വ്യൂ ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് സ്കൂട്ടാവാൻ പോവാണ്. നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് തീരുമാനിച്ച് മുസ്തഫ നമ്മളെ കൂട്ടിക്കൊണ്ടു പോവാണ്. കടയിൽ നല്ല തിരക്കുണ്ട്. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ചട്ടണിയും നമ്മൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. 2 ലൈറ്റ് ചായ, 1 സ്ട്രോങ്. അപ്പോൾ ഷൊർണൂരിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ഗുഡ് ബൈ.